നമസ്കാരം. ഫുട്ബോൾ പേര് എക്സ്ട്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ചാനലിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ഗോട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ആവശ്യമുണ്ട്. മെസ്സി ക്രിസ്ത്യാനോയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ രണ്ട് ഗോട്ടുകൾ ഇന്നലെ ഗോളുകളൊക്കെ സ്കോർ ചെയ്ത് അതിൽ ക്രിസ്ത്യാനോയുടെ ഒരു വേൾഡ് ക്ലാസ് ഐറ്റം ഉണ്ടായിരുന്നു. മെസ്സിയുടെ അതുപോലെ ഇന്നലെ ഹാട്രിക് അടിച്ച ഫസ്റ്റ് ഗോൾ ഒരു കിടിലൻ ഗോളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന യൂറോപ്പിൽ ഇപ്പോഴത്തെ ഗോട്ടിനെ കുറിച്ചാണ്. മറ്റൊരല്ല, ആന്റണിയുടെ മികവിൽ ഇന്നലെ റയൽ ബെറ്റിസിന്റെ ഒരു കംബാക്ക് നടന്നു. സോ VRL അവരുടെ ഹോമിൽ 2-0 64 മിനിറ്റിൽ മൊലേറോയുടെയും ബുച്ചന്റെയും ഗോളിൽ 2-0 ഗോൾ എടുത്ത് ലീഡെടുത്ത് നിൽക്കുകയാണ്. ഓക്കെ, VRL ജയിക്കുമെന്നൊക്കെ ഹോപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആന്റണിയുടെ ഒരു വരവുണ്ട്. ഈ സീസൺ ആന്റണി ഉദ്ദേശിച്ച ആ ഒരു ഇമ്പാക്ട് സോഫാർ കൊടുത്തിട്ടില്ല. കുഴപ്പമായിട്ടല്ല കളിക്കുന്നതല്ല, ബട്ട് ലാസ്റ്റ് സീസണൊക്കെ കൊടുത്ത ഒരു ഇമ്പാക്ട് ഉണ്ടോ, ആ ഒരു ഇമ്പാക്ട് ലാസ്റ്റ് സീസണിൽ വന്നിട്ടില്ല. പക്ഷെ അത് ഇന്നലെ വന്നു. 2 വേൾഡ് ക്ലാസ് ഗോളുകൾ. അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ആന്റണിയുടെ കാലിലോട്ട് ബോൾ വന്നു, ഔട്ട്സൈഡ് ദ ബോക്സ്, ഫസ്റ്റ് ടൈം ഷോട്ട് ആന്റണി ഔട്ട്സൈഡ് ദ ബോക്സ് ഫിനിഷ് ചെയ്യാണ്. ഒരു സൂപ്പർ ഗോൾ 2-1 ആക്കുന്നു. പിന്നീട് ആഡ് ഓൺ ടൈമിൽ രണ്ടാമത്തെ ഗോളും വരുവാണ്. ആന്റണിയിലോട്ട് ബോൾ വരുന്നു, ഇൻസൈഡ് ദ ബോക്സ് ആന്റണിയുടെ ഒരു ഷോട്ട് ഫ്രം ദാറ്റ് ലെഫ്റ്റ് ഫുട്ട് 2-2 ഈക്വലൈസ് ചെയ്യാണ്. അതിനുശേഷം ആന്റണി അടങ്ങ് ഞാനുണ്ട്, ഞാൻ രക്ഷിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ജസ്റ്റർ മാൻ 2-2 സമനില ബെറ്റിസ് പിടിച്ചു. സോ ഇവഞ്ചുവലി മാച്ചിലെ സ്റ്റാറ്റിസ്റ്റിക്കിനെയും മറ്റും എല്ലാം ബെറ്റിസ് മുന്നിട്ട് നിന്നൊരു മാച്ചാണ്. അൺഡിസർവിങ് ഡ്രോ തന്നെ കിട്ടി. അതുപോലെ തന്നെയാണ് ഇന്നലെ നമ്മുടെ ഒസസൂനയ്ക്ക് അഗെയിൻസ്റ്റ് 1-0 ഒരു വിക്ടറി നേടിക്കൊണ്ട് അത്ലറ്റിക്കോമാരുടെ വരുന്ന സിനാരിയോ കണ്ടു. അത്ലറ്റിക്കോ ഈ മാച്ചിൽ വേസ്റ്റ്ഫുൾ ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കണം, 5 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 4 ഒരു മിസ് ചെയ്തു അത്ലറ്റിക്കോ. ആൻഡ് ഗോൾ വന്നത് അർജന്റീൻ കണക്ഷനിലൂടെയാണ്. അൽമാഡയുടെ ഗോളിലാണ് വന്നത്. അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ജൂലിയാനോ സിമിയോണിയാണ്. സോ ലൈനപ്പിൽ ഇന്നലെ അലക്സ് ബെയ്ന തിരിച്ച് ടീമിലോട്ട് വന്നിരുന്നു. ബാക്ക് 3 പോയാൻ ഹ്യൂജ് ബൂസ്റ്റ് ഇന്നലെ ഗിമിനസ് സ്റ്റാർട്ട് ചെയ്തു. 90 മിനിറ്റ്സ് കളിച്ചതാണ് അത്ലറ്റിക്കോയുടെ ബിഗസ്റ്റ് ബൂസ്റ്റ്. സോ ആൾ ഇന്നലെ ഒരു ബാക്ക് 3 പോകുന്ന സിനാരിയോ കണ്ടു. നമുക്ക് നോക്കാം ആർസണൽ അഗൈൻസ്റ്റ് എന്താണ് നടക്കാൻ പോകുന്നത്. സോ ആ ഗോൾ വന്ന രീതി, സിമിയോണിലോട്ട് ബോൾ പോകുന്നു ആൻഡ് സിമിയോണി കട്ട് ചെയ്ത് ബോക്സിലോട്ട് ഇടുന്നു, അൽമാഡയുടെ കാലിലോട്ട് ഇടുന്നു. അൽമാഡയുടെ ഒരു സിമ്പിൾ ഫിനിഷ് 1-0 വിക്ടറി നേടിക്കൊണ്ട് പോവാണ്. അത്ലറ്റിക്കോ ഷുഡ് ഹാവ് സ്കോർഡ് മോർ. നല്ലതായിട്ട് കളിച്ച് അത്ലറ്റിക്കോ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ഈ മാച്ചിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അലക്സ് ബെയ്ന സ്കോർ ചെയ്തൊരു ഗോള്, അവിടെ ഗ്രീസ്മാൻ ആ ഒരു ഡിഫൻഡറിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് VARലൂടെ ആ ഗോൾ ഡിസലോ ചെയ്യുന്നൊരു സിനാരിയോ ഉണ്ടായിരുന്നു. അത് കുറച്ച് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തു. കാരണം അവർ ഒസസൂന പ്ലേയേഴ്സോ മറ്റോ ഒന്നും പ്രൊട്ടസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ അത് VAR ഇന്റർഫിയർ ചെയ്യുന്നതുകൊണ്ട് കമന്റേറ്റേഴ്സ് വരെ അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. ആൻഡ് അൽവാറസിന്റെ ഒരു കിടിലൻ പാസ് ആയിരുന്നു അത് അലക്സ് ബെയ്നയുടെ ഗോളിലോട്ട്. നല്ലൊരു ഫിനിഷും ആയിരുന്നു. അലക്സ് ബെയ്ന അൽമാഡയൊക്കെ ഇഞ്ചറി മറി തിരിച്ചു വന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ നിന്ന് നമ്മൾ എർലിംഗ് ഹാളണ്ടിന്റെ അഴിഞ്ഞാട്ടത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ശരിയാവത്തില്ല. കാരണം എർലിംഗ് ഹാളണ്ട് ഇന്നലെ സിറ്റിയുടെ രക്ഷകനായി. ഇന്നലെ എവർട്ടൺ അഗെയിൻസ്റ്റ് 2-0 ഒരു വിക്ടറി നേടിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി വരുന്ന സിനാരിയോ കണ്ടു. എർലിംഗ് ഹാളണ്ട് ഓൾ കോമ്പറ്റീഷൻ 26 ഗോൾ കോൺട്രിബ്യൂഷൻ ആയിട്ടുണ്ട് ഫോർ ക്ലബ് ആൻഡ് കൺട്രി. ആൻഡ് ലീഗിൽ ഓൾറെഡി ആൾ 8 കളികളിൽ നിന്നും 10 ഗോൾസ് സ്കോർ ചെയ്തിരിക്കുകയാണ് ഇൻ പ്രീമിയർ ലീഗ്. മാൻ, ഇറ്റ്സ് എ ഗ്രേറ്റ് സ്റ്റാർട്ട് ഫോർ എർലിംഗ് ഹാളണ്ട്, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് മാച്ചിൻ്റെ സ്റ്റാർട്ടിൽ ബെറ്റോയ്ക്ക് കിട്ടിയ ഒരു കിടിലൻ ചാൻസ് ഉണ്ടായിരുന്നു. ഒരു സിറ്റർ മിസ് ഉണ്ടായിരുന്നു. എൻഡായിട്ട് കൊടുത്ത ഒരു ക്രോസ് ആൾ മിസ് ചെയ്യുന്നത്. മേ ബി ആൾ 1-0 ആക്കുമായിരുന്നെങ്കിൽ ഹൂനോസ്. ഇന്നലെ ആക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫെബ്രുവരിക്ക് ശേഷം ആളുടെ ഫസ്റ്റ് സ്റ്റാർട്ടാണ് സിറ്റിക്ക് വേണ്ടി. ആ സെൻറ്റർ ബാക്ക് റോളിലാണ് ആക്കെ സ്റ്റാർട്ട് ചെയ്തത്. ആക്കെ ആദ്യമേ ഗെയിമിലോട്ട് വരാൻ ഒരു അല്പം സ്ട്രഗിൾ ചെയ്യുന്നതാണ്. ഫസ്റ്റ് മിനിറ്റ്സുകൾ എവർട്ടന് ചാൻസുകൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ എവർട്ടൺ ഗോൾ അടിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പുറത്ത് സിറ്റിയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അതിലോട്ട് വരാം. ബട്ട് എവർട്ടൺ കുറച്ച് വേസ്റ്റ്ഫുൾ ആയിരുന്നു. മേ ബി എവർട്ടൺ കുറച്ചുകൂടെ ബെറ്റർ ആവായിരുന്നു. നിക്കോ ഗോൺസാലസ് ആണ് ഇന്നലെ DMF ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. നിക്കോ ഗോൺസാലസ് ബോൾസ് ഇടും, ഡിഫെൻസീവ്ലി ഓക്കെയാണ്, സൈഡ് വേസ് പാസിങ് എല്ലാം ഉണ്ട്, ആളെല്ലാം കുഴപ്പമില്ലാതെ ചെയ്യും. പക്ഷേ റോഡ്രി ആണോ എന്ന് ചോദിച്ചാൽ റോഡ്രിയുടെ ആ ഒരു കവർ നിക്കോ ഗോൺസാലസിനെ ഇന്ന് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ മാച്ചുകൾ നിക്കോനെ വെച്ച് സിറ്റിക്ക് പെർഫോം ചെയ്യിപ്പിച്ചേ പറ്റൂ. അങ്ങനെ ഇന്നലത്തെ മാച്ചിൽ എർലിംഗ് ഹാളിൻ്റെ 2 ഗോളുകളും വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ആ ഒരു ഗോൾ വരുന്നിടം വരെ കളി എങ്ങോട്ടും പോകാമെന്നൊരു സിനാരിയോ ആണ്. ഓക്കെ, ജാക്ക് ഗ്രീലിഷ് ഇല്ലായിരുന്നു, കാരണം ലോൺ പ്ലെയർ ആയതുകൊണ്ട് കളിക്കാൻ പറ്റത്തില്ലായിരുന്നു. സോ അതിനകത്ത് തന്നെ ഫസ്റ്റ് ഗോൾ വരുന്ന സിനാരിയോ നിങ്ങൾക്ക് കാണാം. അവിടെ ഫിൽ ഫോഡൻ റിലീസ് ചെയ്യുകയാണ് നിക്കോ റെയിലിനെ. നിക്കോ റെയിലിയുടെ ക്രോസ് ബോക്സിലോട്ട് വരുവാണ്. ആ ഒരു സിനാരിയോയിൽ അവിടെ എർലിംഗ് ഹാളണ്ടിൻ്റെ റണ്ണ് നിങ്ങൾക്ക് കാണാം. ആൾ ആ റണ്ണ് ഹോൾഡ് ചെയ്യണം. ആൾക്ക് വേണം ഈസിലി ആ റണ്ണ് ബോക്സിലോട്ട് നടത്തായിരുന്നു, അത് ഫൈനലിലോട്ട് നടത്തായിരുന്നു. പക്ഷേ ആൾ അവിടെ റണ്ണ് ബ്ലോക്ക് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു, ആ സ്പേസിലോട്ട് വരുവാണ്. നിങ്ങൾക്ക് കാണാം 4 എവർട്ടൺ പ്ലേയേഴ്സ് ഉണ്ട് ബോക്സിൽ. പക്ഷേ എർലിംഗ് ഹാളണ്ട് ആ ഹെഡർ വിൻ ചെയ്യാണ്, ഗോൾ സ്കോർ ചെയ്യാണ്. സോ എർലിംഗ് ഹാളണ്ട് ആ റണ്ണ് സ്റ്റോപ്പ് ചെയ്യുന്ന ആ സ്പേസിലോട്ട് വരുന്നു. ആൻഡ് സെക്കൻഡ് ഗോളും സെയിം സിനാരിയോ നിങ്ങൾക്ക് ഇപ്പം കാണാം. അവിടെയും ആ ഒരു ക്രോസ് ബോക്സിലോട്ട് സവീനോയുടെ കാലിലാണ് ബോൾ. അവിടെ എർലിംഗ് ഹാളണ്ട് ആ സ്പേസിലോട്ട് റണ്ണ് നടത്തുമല്ല, ആൾ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ബോൾ ഡിമാൻഡ് ചെയ്യുകയാണ്.
ആളുടെ കാലിലോട്ട് ആ ബോൾ കൊടുക്കുന്നു, ആൾ അത് ഫിനിഷ് ചെയ്യുകയാണ്, ആ ഡിഫൻഡറുടെ കാലിൽ ഇടവഴി പോകുന്നു. അവിടെ പിക്ക് ഫോർ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. മേ ബി ആ ബ്ലൈൻഡ് സൈഡായി കാണും, ആ ഡിഫൻഡർ ഫ്രണ്ട് ചെയ്യുന്നതുകൊണ്ട് ആ ബോൾ വന്നാൽ കണ്ടു കാണത്തില്ല. സോ അതുകൊണ്ട് തന്നെ ആ ബ്ലൈൻഡ് സൈഡ് ആയതുകൊണ്ടാണ് ആൾ സേവ് ചെയ്യാനെന്ന് തോന്നുന്നു. മേ ബി ആൾക്ക് അവിടെ ഒരു ബ്ലൈൻഡ് സൈഡ് ആവുന്നില്ല. ക്ലിയർ വിഷൻ ആയിരുന്നെങ്കിൽ മേ ബി ഈ മൈറ്റ് ഹാവ് സേവ് ദാറ്റ്, നമുക്കറിയത്തില്ല. പക്ഷേ എന്നാലും അവിടെ നമുക്ക് കാണാം എർലിംഗ് ഹാലൻഡ് ഒരു നല്ല ഫിനിഷ്, അവിടെ ആ റൺ ആൾ ഹോൾഡ് ചെയ്യുകയാണ്. സോ ആള് ആ ഇൻസൈഡ് ദ ബോക്സ് എർലിംഗ് ഹാലൻഡിന്റെ തിങ്കിങ് എബിലിറ്റി സ്റ്റോപ്പ് നോച്ച്, അത് പറയാതിരിക്കാൻ പറ്റും. സച്ച് എ ഷാർപ്പ് മൈൻഡ് ആണ് ഇൻസൈഡ് ദ ബോക്സ്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, സിറ്റി ടു മച്ച് ഡിപ്പെൻഡന്റ് ഓൺ ഹാലൻഡ് ആൻഡ് ഫോർ സ്കോറിംഗ് ഗോൾസ്. പക്ഷേ മറ്റൊരു കാര്യം, ഇപ്പം മാച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ എക്സ് ജിയുടെ കാര്യത്തിൽ മറ്റുമൊക്കെ സിറ്റി ടോപ്പിലാണ്. 5ഓളം ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്താലും 4ഓളം അവർ മിസ് ചെയ്തു. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈവൻ ദോ സിറ്റി ഈസ് നോട്ട് പ്ലേയിങ് ഫ്ലുവൻ്റ്ലി, അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന എർലിംഗ് ഹാലൻഡ് അപ്പ് ഫ്രണ്ട് ഫിനിഷ് ചെയ്യുന്നു. കൂടാതെ ഇൻഡിവിജ്വലി പ്ലേയേഴ്സ് ഫോമിലായി വരുന്നുണ്ട്. അതായത് നിക്കോ റേലി, മാക്കെ, റൂബൻ ഡിയാസ്, ഈ സിറ്റുവേഷനൊക്കെ വെച്ച് മത്തേയൂസ് ന്യൂനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മത്തേയൂസ് ന്യൂനസ് ഇവരൊക്കെ കവർ കൊടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ കവർ കൊടുത്ത് ഡിഫെൻസീവ്ലി നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ സിറ്റി ശ്രമിക്കുന്നുണ്ട്. ആൻഡ് കിട്ടുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്യാനും നോക്കുകയാണ്. മേ ബി നോട്ട് ദ മോസ്റ്റ് ഫ്ലൂവൻറ്റ് സ്റ്റൈൽ ഓഫ് പ്ലേ, പക്ഷേ റിസൾട്ട് കിട്ടുന്നുണ്ട് ഇവഞ്ച്വലി. അതാണ് നമുക്കിപ്പം പറയാനായിട്ടുള്ളത്. ആൻഡ് ഫോഡൻ്റെ ഒക്കെ ഒരു കിഡിലം പാസ് ഉണ്ടായിരുന്നു എർലിംഗ് ഹാലൻഡിനെ റിലീസ് ചെയ്യുന്ന, അത് ലാസ്റ്റ് മൊമെന്റ് എർലിംഗ് ഹാലൻഡ് മിസ് ചെയ്യുന്ന സിനാരിയോ നമ്മളുണ്ട്. ബട്ട് ഫോഡൻ ഇൻഡിവിജ്വലി ലുക്സ് ഗുഡ്. ഫോഡൻ ആണെങ്കിലും ടയാമിറേൻഡേഴ്സ് ത്രൂവും KDBയുടെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ അവർ നോക്കും. ആൻഡ് ഫോഡൻ ഫോമിലായി വരുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഡോക്കും സവീനും അത്യാവശ്യം ഫോമിലാണ്, ഗ്ലിംസസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ആസ് എ ടീം അവർ ഫ്ലുവൻ്റ് ആയിട്ടല്ല സിറ്റി ഇപ്പം കളിക്കുന്നത്. പക്ഷേ ആ ഒരു ഹാൻഡ് ബ്രേക്ക് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഡിഫെൻസീവ്ലി കുറച്ചുകൂടെ സോളിഡ് ആവാനായിട്ട് കുറേ ഫ്ലോസ് ഉണ്ട് സിറ്റിക്ക് ഡിഫെൻസീവ്ലി. സോ അത് കവർ ചെയ്യാനായിട്ട് ഒരു ചെറിയ രീതിയിലൊരു ഹാൻഡ് ബ്രേക്ക് ഇടേണ്ട ഒരു ആവശ്യമുണ്ട്. സോ അത് കാണാനുണ്ട്. പക്ഷേ എർലിംഗ് ഹാലൻഡ് പോലത്തെ ഒരു മോൺസ്റ്റർ ഫ്രണ്ടിൽ ഉള്ളിടത്തോളം ഇങ്ങനെ പോവാം. ഇങ്ങനത്തെ മാച്ചുകളിലൊക്കെ റിസൾട്ടുകൾ ഗ്രൈൻഡ് ചെയ്യുക. മേ ബി സിറ്റി മൈറ്റ് പ്ലേ ദ അണ്ടർഡോഗ് സ്റ്റോറി ഈ ഒരു സീസണിലോട്ട് വരും. ഹൂ നോസ്, എന്തും പറ്റും. സോ സിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ അപ്പുറത്ത് ഇന്നലെ ഫുള്ളാം എവേ ചെന്നിട്ട് 1-0 ഒരു വിക്ടറി നേടിക്കൊണ്ട് ആർസണൽ വന്നിട്ടുണ്ട്. ട്രൊസാർഡ് നേടിയ ഒരു ഗോളിലൂടെയാണ്. ഒരു കോർണർ കിക്ക് വരുന്നു, അത് ഗബ്രിയേൽ ഫ്ലിക്ക് ചെയ്യുന്നു, ട്രൊസാർഡിലോട്ട് വരുന്നു, ട്രൊസാർഡ് ഫിനിഷ് ചെയ്യുന്നു. ഒരു 1-0 വിക്ടറി. സെക്കൻഡ് ഹാഫിലാണ് ആ ഗോൾ വരുന്നത്. സോ ഈ മാച്ചിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്കലി കാണാം ആർസണൽ വേസ്റ്റ്ഫുൾ തന്നെയായിരുന്നു. 3ഓളം ബിഗ് ചാൻസുകൾ അവരും മിസ് ചെയ്യുന്ന സിനാരിയോ നമ്മൾ കണ്ടു. പക്ഷേ നമുക്കറിയാം ഫുള്ളാം എവേ, ക്രിസ്റ്റൽ പാലസ് എവേ, ഇതൊന്നും ഈസി ഫിക്ചറുകളല്ല. സോ ഇവിടെയൊക്കെ വന്നിട്ട് അത്യാവശ്യം ഇപ്പോൾ നിങ്ങൾ സ്റ്റാച്ചിൽ ഒരു കാര്യം ശ്രദ്ധിക്കാം, 0 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, 0 ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് ആര് ഫുള്ളാം. സോ മേ ബി അടുത്ത ഒരു അരമണിക്കൂറോടെ കളി കളിക്കുമായിരുന്നെങ്കിൽ ആർസണൽ ആ ഗോൾ പ്രൊട്ടക്റ്റ് ചെയ്തേനെ. നമ്മൾ പഴയ ഇറ്റാലിയൻ ഡിഫൻസിലൊക്കെ കാണുന്ന ഒരു സോളിഡാരിറ്റി ഉണ്ടല്ലോ, അവ എത്ര നേരം വേണേലും നമുക്ക് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള അത് ആർസണൽ കാണിക്കുന്നുണ്ട്. ആ ആർസണൽ ടീമിൽ ഇന്നലെ സാക്കയുടെ ഗ്രേറ്റ് പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ടിംബർ വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആണ് ടിംബർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ആസ് എ ടീം ദേ ഡിഫെൻഡ് റിയലി വെൽ. ഓപ്പൺ പ്ലേയിൽ ഇന്നലെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തില്ല എന്നല്ല, പക്ഷേ അതിന് മുമ്പത്തെ മാച്ചുകളിൽ നമ്മൾ കണ്ട ആ ഒരു ഫ്രീ ഫ്ലോയിങ് ആർസണൽ അല്ലായിരുന്നു. പക്ഷേ ടു ആൻ എക്സ്റ്റെൻഡ് അണ്ടർസ്റ്റാൻഡബിളും ആണ്. ഒരു എന്താ പറയുക, ഇൻ്റർനാഷണൽ ബ്രേക്ക് അതിന് വരുന്നു. കൂടാതെ നമുക്കറിയാം ഫുള്ളാം എവേ നോട്ട് ആൻ ഈസി ഫിക്സർ. സോ ഇങ്ങനത്തെ മാച്ചുകളിൽ 3 പോയിന്റ്സ് എടുത്തുകൊണ്ട് പോകും. ലാസ്റ്റ് 2 സീസൺ ഇവിടെ വന്ന് ആർസണൽ ജയിക്കാൻ സാധിച്ചിട്ടില്ല. സോ ഈ സീസൺ ഒരു 3 പോയിന്റ് എടുക്കുന്നു. മേ ബി ഇങ്ങനത്തെ മാച്ചുകളിലൊക്കെ 3 പോയിന്റ്സ് എടുത്തുകൊണ്ട് പോവുക. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഇപ്പം 4 പോയിന്റ് ലീഡുണ്ട്. ഇന്ന് ലിവർപൂൾ ജയിക്കുവാണെങ്കിൽ ലിവർപൂൾ 1 പോയിന്റ് ഗ്യാപ്പിലാവും. പക്ഷേ ഇപ്പോൾ ലിവർപൂളിന് 4 പോയിന്റ് ലീഡുണ്ട്. അപ്പുറത്ത് സിറ്റിയും ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട്. സോ സിറ്റി, ആർസണൽ, ലിവർപൂളിൻ്റെ ഇടയിൽ ടൈറ്റിൽ റേസ് ഈ സീസൺ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ഫീലാണുള്ളത്. സോ ഇന്നലത്തെ പെർഫോമൻസ് ഐ തിങ്ക് ഈസ് ആൻ ഓക്കെ പെർഫോമൻസ്. ഗ്യോക്കറസ് അടുപ്പിച്ച് ഇപ്പോൾ 9 മാച്ചുകളായിട്ട് ക്ലബിനും കൺട്രിക്കും വേണ്ടി ഗോൾ സ്കോർ ചെയ്തിട്ടില്ല. അത് പ്രോബബിളി വറിയിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇന്നലെ ആണെങ്കിലും ഗ്യോക്കറസിന് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. 2-3 ഹാഫ് ചാൻസ് സിനാരിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ ഐ തിങ്ക് ടു മച്ച് ആർസണൽ വറിയേണ്ട ആവശ്യമില്ല. അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതൊന്ന് കൺവേർട്ട് ചെയ്താൽ മതി. പിന്നെ ഡിഫെൻസീവ്ലി ദേ ആർ സോൾഡ്. കിട്ടുന്ന ആ ചാൻസ് കൺവേർട്ട് ചെയ്യുന്നത് വിൽ ബി എ ഗെയിം ചേഞ്ചർ. കായ് ഹാവേർട്സ് ഒക്കെ തിരിച്ചു വരാൻ പോവാണ്. സോ അത് അനദർ ബൂസ്റ്റ് തരുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരെ ബുണ്ടസ് ലീഗയുടെ കാര്യം പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല. ബുണ്ടസ് ലീഗയിൽ ഇന്നലെ ഡെർക്ക് ക്ലാസിക്കറിൽ ഹാരി കെയിൻ്റെയും ഒലീസിൻ്റെയും ഗോളിൽ 2-1 വിക്ടറിയും നേടിക്കൊണ്ട് ബയൺ മ്യൂണിക്ക് ലീഗിൽ ടോപ്പേഴ്സ് ആയിരിക്കുകയാണ്. ഇപ്പം 7 പോയിന്റ് ഗ്യാപ്പ് ബൊറൂസിയയുടെ മേലും 5 പോയിന്റ് ഗ്യാപ്പ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലൈപ്സിഗിൻ്റെ മേലും ഉണ്ട് ആർക്കും, ബയൺ മ്യൂണിക്കിന്. സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പം ഇപ്പം ബൊറൂസിയ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ഹാഫിൽ 3 മിഡ്ഫീൽഡേഴ്സ് വെച്ച് പോയി. സാധാരണ അവർ ടെക്നിക്കലി 2 മിഡ്ഫീൽഡ്, 2 വിങ് ബാക്സ്, അതുപോലെ തന്നെ 3 അറ്റാക്കേഴ്സിനെ വെച്ചാണ് പോകുന്നത്. പക്ഷേ ഇന്നലെ ഒരു സോളിഡാരിറ്റിക്ക് വേണ്ടി 3 മിഡ്ഫീൽഡേഴ്സിനെ വെച്ചു. അത് പാളിയെന്നും പറയേണ്ടി വരും. കാരണം ഫസ്റ്റ് ഹാഫിൽ ബയൺ മ്യൂണിക്കിൻ്റെ അൾട്ടിമേറ്റ് ഡോമിനേഷൻ തന്നെ പറയേണ്ടി വരും. ബൊറൂസിയ ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല.
റിയലി ലക്കി ആയിരുന്നു അത് 1-0 ഫസ്റ്റ് ഹാഫ് നിന്നത്. ഹാരി കെയിൻ്റെ ഒരു ഹെഡർ ഗോളിലൂടെയാണ് ലീഡ് എടുത്തത്. 1-0 നിന്നത് ലക്കെന്ന് മാത്രമേ പറയത്തില്ല, അമ്മാതിരി ഡോമിനേഷൻ ആയിരുന്നു ബയറിൻ്റെ. ലൂയിസ് ഡിയാസ് റിയലി വേസ്റ്റ്ഫുൾ ആയിരുന്നു. ആ 1-0 ലീഡ് ഫസ്റ്റ് ഹാഫ് പോകുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം ഓക്കെ, ഇങ്ങനെ സിറ്റ് ബാക്ക് ചെയ്തിട്ട് കാര്യമില്ല, കുറച്ചുകൂടെ അഗ്രസീവ് ആവണം, കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് മിഡ് ബ്ലോക്കിൽ നിന്ന് കുറച്ചുകൂടെ അഗ്രസീവ്ലി പ്രസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ബയൻ കുറച്ച് പൊട്ടുന്ന നമ്മൾ കണ്ടു. നമ്മൾ കണ്ടു ഫെലിക്സ് ലമാച്ചയുടെ ഒരു ഹെഡർ ജസ്റ്റ് വൈഡിലൂടെ പോന്നു. അതുപോലെ ആഡിയമ്മയ്ക്ക് കിട്ടിയ ഒരു സിറ്റർ ചാൻസ് ആൾ മിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ആളുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ്. ആൾ ജോബ് ബെല്ലിംഗമിനെയും ബെൻസിബാനെയും 76 മിനിറ്റിലാണ് കൊണ്ടുവരുന്നത്. കൂടാതെ യൂലിയൻ ബ്രാൻഡിനെയും ഫാബിയോ സിൽവേനെയും കൊണ്ടുവരുന്നത് 83-84 മിനിറ്റിലാണ്. ഈ 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് ലേറ്റ് ആയെന്ന് ഞാൻ പറയുന്നത് വരും. കാരണം ആ യൂലിയൻ ബ്രാൻഡിൻ്റെ ആ ഒരു ഗോൾ ഉണ്ടല്ലോ, അത് 2-0 ലീഡാക്കിയതിന് ശേഷം യൂലിയൻ ബ്രാൻഡ് സ്കോർ ചെയ്തൊരു ഗോൾ നിങ്ങൾക്കിപ്പം കാണാം. ആ ഒരു ക്രോസ്, റെയർസൻ്റെ ക്രോസ് ബോക്സിലോട്ട് വരുന്ന യൂലിയൻ ബ്രാൻഡ് ഒന്ന് ഫിനിഷ് ചെയ്യണം, ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റാണ്. ആണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം ഫാബിയോ സിൽവ ഇറങ്ങിയതിന് ശേഷമൊക്കെ ലാസ്റ്റ് 5-10 മിനിറ്റ് ബൊറുസിയ നല്ലപോലെ പ്രഷർ ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് ബയൺ മ്യൂണിക് ആണെങ്കിൽ കിമ്മിഞ്ചനെയൊക്കെ ഇറക്കി ഡിഫെൻസീവ്ലി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടു. സോ മേ ബി ഒരു ഈക്വലൈസർ വരുമെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു, പക്ഷേ വന്നില്ല. ഇവഞ്ച്വലി അറ്റ് ദ എൻഡ് ഒരു ഫെയർ റിസൾട്ട് എന്ന് പറയാം. ഓവറോൾ ബയൺ വെയർ ദ ബെറ്റർ സൈഡ്. പക്ഷേ ഡോർട്ട്മുണ്ട് മേ ബി കോവാച്ച് കുറച്ചുകൂടെ ഫസ്റ്റ് മിനിറ്റ്സ് തൊട്ടേ കുറച്ചുകൂടെ അഗ്രസീവ് ആവായിരുന്നു, ഇത്രയും പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കേണ്ടത്. മേ ബി സബ്സ്റ്റിറ്റ്യൂഷൻസ് കുറച്ചുകൂടെ നേരത്തെ ഇറക്കാം. യൂലിയൻ ബ്രാൻഡ് ഒക്കെ പോലത്തെ പ്രൊഫൈൽസിനൊക്കെ 84 മിനിറ്റിലാണ് ഇറക്കുന്നതെന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടി വരും. അതിന് എടുത്തു പറയേണ്ട ആ സെക്കൻഡ് ഗോൾ വന്ന സിനാരിയോ നിങ്ങൾക്ക് കാണാം. ഹാരി കെയിൻ്റെ ഒരു കിടിലം പാസ്സാണ് അവിടെ ലൂയിസ് ഡിയാസിനെ ഫൈൻഡ് ചെയ്യുന്നത്. ആൻഡ് ലൂയിസ് ഡിയാസിൻ്റെ ക്രോസ് ബോക്സിലോട്ട് വരുവാണ്. അവിടെ ജോബ് ബെല്ലിംഗം വന്നത് സ്റ്റോപ്പ് ചെയ്യുവാണ്. പക്ഷേ ആൾ ക്ലിയർ ചെയ്യാൻ പോകുമ്പോഴേക്കും ഒലീസിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കാണാം. ആൾ വന്ന് ടാക്കിൾ ചെയ്യാനായിട്ട് വരുന്നു. അത് ആളുടെ ദേഹത്തിടിച്ച് കാലിലിടിച്ച് അത് പോസ്റ്റിനകത്ത് കയറുകയാണ്. 2-0 ലീഡാക്കുന്ന സിനാരിയാണ് നമ്മൾ കണ്ടത്. സോ ഇന്നത്തെ മാച്ചിൽ ഹാരി കെയിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം. ഇന്നലെ ആൾ ഗോൾ സ്കോർ ചെയ്തു. ഇപ്പോഴത്തെ ഹാലൻഡ് അടിച്ചു കൂട്ടുമ്പോൾ ഇവിടെ ഹാരി കെയിനും അടിച്ചു കൂട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ എംബാപ്പെ ഇറങ്ങുന്നുണ്ട്. എംബാപ്പെ എത്ര അടിച്ചു കൂട്ടുമെന്ന് ആർക്കറിയാം. സോ എല്ലാവരും 1-1.5 ഫോണാണ്. ഹാരി കെയിൻ ഈസ് എ ബെസ്റ്റ് പ്ലെയർ എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം പുള്ളി സ്ട്രൈക്കർ അല്ല കളിച്ചത്. ഇന്നലെ നിക്കോളാസ് ജാക്സനെയാണ് ഇറക്കിയത്. നിക്കോളാസ് ജാക്സൺ സ്ട്രൈക്കറും ഹാരി കെയിൻ ഇൻ ബിഹൈൻഡാണ് കളിച്ചത്. പക്ഷേ ഹാരി കെയിൻ ഇന്നലെ കളിച്ച പൊസിഷൻ നിങ്ങൾക്ക് കാണും. ഇന്നലെ മേ ബി ബയണിൻ്റെ മാച്ച് കുറേ പേരെ ഫസ്റ്റ് ടൈം കണ്ടവർ കാണും. നിങ്ങൾക്ക് ആരും മനസ്സിലായി കാണും. ഹാരി കെയിൻ ഡ്രോപ്പ് ചെയ്യുന്നു. ഇന്നലെ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ ആൾ ടാക്കിൾ ആഡ് ഓൺ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആൾ ഡ്രോപ്പ് ചെയ്ത് ടാക്കിളൊക്കെ പുട്ട് ചെയ്യുവാണ്, എന്ത് ബോൾ വിൻ ചെയ്യാൻ. ആൻഡ് മാച്ചിൽ നിങ്ങൾ ക്ലിയർലി കണ്ടുകാണും പല മൊമെൻറ്റ്സിലും ആൾ ഡ്രോപ്പ് ചെയ്ത് ഇൻ ബിഹൈൻഡ് വന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ബോൾസ് ഓവർ ദ ടോപ്പ് ഇടുവാണ്, ലൈൻ ബ്രേക്കിംഗ് പാസുകൾ ചെയ്യുന്നു, ടാക്കിൾസ് ഇടുന്നു, ഏരിയൽ ഡ്യൂവൽസ്, ഗ്രൗണ്ട് ഡ്യൂവൽസ് എല്ലാത്തിനും പോകുന്നു, ഡിഫെൻസീവ്ലി ടീമിനെ സഹായിക്കുന്നു. സോ എന്തുകൊണ്ട് ബയൺ മ്യൂണിക്കിലെ പ്ലേയേഴ്സ് ഹാരി കെയിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ എല്ലാവരും ഹൈലിയാണ് ഹാരി കെയിനെ കുറിച്ച് പറയുന്നത്. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് ക്ലിയർലി കാണാം. പുള്ളി ടീംമേറ്റ്സിന് കൊടുക്കുന്ന സപ്പോർട്ട് ഓഫ് ദ ബോൾ പറയാതിരിക്കാൻ വയ്യ. സച്ച് ആൻ അൺസെൽഫിഷ് പ്ലെയർ. ഇമാതിരി നമ്പേഴ്സ് ഇപ്പോൾ ബുണ്ടസ് ലീഗ് അല്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയാം, പക്ഷേ ഇമാതിരി നമ്പേഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ ഓഫ് ദ ബോൾ ഇമാതിരി വർക്ക് ലോഡ് എടുക്കുന്ന പ്ലെയർ. നിങ്ങൾക്കിപ്പോൾ ഹാരി കെയിൻ്റെ ഹീറ്റ് മാപ്പ് കാണാം. ഓൾ അക്രോസ് ദ പിച്ച് ഉണ്ട് ഹാരി കെയിൻ. സച്ച് എ പ്ലെയർ പറയാതിരിക്കാൻ വയ്യ. വാട്ട് എ പ്ലെയർ, ഒന്നും പറയാനില്ല. ആൻഡ് ഡിസേർവിംഗിൽ ഈ സീസൺ ഹാരി കെയിൻ, ഐ വിൽ ബി റിയലി ഹാപ്പി ഇഫ് ഹാരി കെയിൻ വിൻ സംതിങ് ദിസ് ഇയർ. അമ്മാതിരി ഔട്ട്പുട്ട് ആൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് ലൂയിസ് ഡിയാസ് ഇന്നലെ വേസ്റ്റ്ഫുൾ ആയിരുന്നു. അത് മാത്രമാണ് ആൾ ഇന്നലെ 10 2 ഡ്യൂവൽസ് ഒക്കെ വിൻ ചെയ്തുള്ളൂ. സോ ഓവറോൾ ലൂയിസ് ഡിയാസ് കുറച്ച് മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ ലൂയിസ് ഡിയാസ് റിയലി വേസ്റ്റ്ഫുൾ ആയിരുന്നു ഇന്നലെ. ഒലീസെ ആസ് യൂഷ്വൽ നല്ലപോലെ കളിച്ചു. കിമ്മിച്ച് അഗെയിൻ മാൻ, ഫസ്റ്റ് ഹാഫിലൊക്കെ കിമ്മിച്ചിട്ട് അഴിഞ്ഞാട്ടമായിരുന്നു. ആൻഡ് ഹാരി കെയിൻ്റെ ഗോൾ വരുന്ന സിനാരിയോ നമ്മളുണ്ട്. അവിടെ നമ്മൾ നേരെ സിരിയ ഒന്ന് ടച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ സിരിയയിൽ ഇന്നലത്തെ ബിഗ് മാച്ചിൽ റോമ വേഴ്സസ് ഇന്റർ, റോമയുടെ ഹോം മാച്ചിൽ റോമ 1-0 ഇന്ററിനോട് തോറ്റു. 6-ാം മിനിറ്റിൽ ബോണി ഗോൾ സ്കോർ ചെയ്തതാണ് ഇന്റർ മിലാൻ രക്ഷയായത്. പക്ഷെ എടുത്തു പറയേണ്ട കാര്യം വേസ്റ്റ്ഫുൾ ആയിരുന്നു. റോമ റിയലി വേസ്റ്റ്ഫുൾ ആയിരുന്നു. ഇന്നലെ 5ഓളം സേവ് യാൻ സോമർ നടത്തി. അതിലെ 4 ഇൻസൈഡ് ദ ബോക്സ് ആയിരുന്നു. 3 ബിഗ് ചാൻസ് ആണ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാറ്റ്സ് കാണാം. അത് 3 മിസ് ചെയ്യുന്ന സിനാരിയോ നമ്മൾ കണ്ടു ഇന്റർ. സോ ഇന്നലെ റോമ സോമറാണ് ഇന്ററിനെ രക്ഷിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും. ആൻഡ് ഇന്നലെ റിയലി യാസ്പ്രീനി വിൽ ബി ഫ്രസ്ട്രേറ്റഡ്. 3 പോയിന്റ്സുമായിട്ട് പോകായിരുന്നു റോമയ്ക്ക്. റോമ ജയിക്കേണ്ട കളിയാണ് മാച്ചിലെ. നിങ്ങൾ മാച്ച് ഹൈലൈറ്റ്സ് ആണെന്ന് കണ്ടാൽ മനസ്സിലാവും. റോമ ഹാഡ് സം ഗ്രേറ്റ് ചാൻസസ് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ നാപ്പൊളി, ഇത് ഞാൻ കണ്ടതാണ്, നാപ്പൊളി തോക്കുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം നാപ്പൊളി എല്ലാ മാച്ചും ഇതിന് മുമ്പത്തെ മാച്ചുകളൊക്കെ അധികം നന്നായിട്ടല്ല കളിക്കുന്നത്. പക്ഷേ മോമെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ നാപ്പൊളി രക്ഷോട്ട് പോകുമായിരുന്നു. ഇന്നലെ ടൊറീനോയുടെ ഹോമിൽ 1-0 തോക്കുന്ന ഒരു സെരാനെ നമ്മൾ കണ്ടു. സിമിയോണിയാണ് ഗോൾ സ്കോർ ചെയ്തത്. ഇന്നലെ ലൈനപ്പ് നമ്മൾ കാണാം. മക്ടോമിനി ഇല്ലായിരുന്നു, റാസ്മസ് ഹോയ്ലൻഡ് ഇല്ലായിരുന്നു, ലബോട്ട്ക ഇല്ലായിരുന്നു. സോ അത്യാവശ്യം ചേഞ്ചുകളൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ എന്നാലും പോരാ. ഇപ്പം സ്റ്റാറ്റ്സ് നോക്കാനായിട്ടാണ് ഓൾമോസ്റ്റ് ഈക്വലാണ്. 2 ടീമും ചാൻസുകൾ മിസ് ചെയ്യുന്ന സിനാരിയോ ഉണ്ടായിരുന്നു. പക്ഷേ ആന്റോണിയോ കോണ്ടെ വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. ആൻഡ് സിരിയ വളരെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ടോപ്പ് ഓഫ് ദ ടേബിൾ.
ഇപ്പോൾ ഇൻ്റർ ആണെങ്കിലും നാപ്പളി, ഇൻ്റർ, റോമ, അതുപോലെ തന്നെ AC മിലാൻ ഇന്ന് ഇറങ്ങുന്നുണ്ട്. സോ AC മിലാൻ ഇവർക്കെല്ലാം ടൈറ്റിൽ റേസിലുണ്ട്. സോ മിലാൻ എന്ത് കാണിക്കുമെന്ന് നമുക്ക് നോക്കണം. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മത്സരങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ബ്രൈറ്റൺ ന്യൂകാസിലിനോടെ 2-1 തോൽപ്പിക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടു. ആൻഡ് എടുത്തു പറയേണ്ട ഒരു ഫിക്സറുണ്ട്, ബോൺമത്ത് വേഴ്സസ് ക്രിസ്റ്റൽ പാലസ്. 2-0 ലീഡ് ബോൺമത്ത് ഫസ്റ്റ് ഹാഫ് എടുത്തു. ഓക്കെ, ബോൺമത്ത് തകർക്കാൻ പോകുന്നൊരു സിനാരിയോ. സെക്കൻഡ് ഹാഫ് മറ്റേറ്റയിലൂടെ 64-69 മിനിറ്റിലും 2 റണ്ണും അടിച്ച് 2-2 പിന്നെ ക്രിസ്റ്റിയിലൂടെ 89 മിനിറ്റിൽ 3-2 ബോൺമത്ത്. ഓക്കെ, ഇത് ജയിക്കും എന്നുള്ളൊരു സിനാരിയോ വന്നു. പക്ഷേ 90+7 മിനിറ്റിൽ മറ്റേറ്റ ഒരു പെനൽറ്റി കൺവേർട്ട് ചെയ്തുകൊണ്ട് 3-3 ആക്കുന്നു. പിന്നെ മറ്റേറ്റയുടെ ഒരു സിറ്റർ മിസ് ഉണ്ടായിരുന്നു. 4-3 ക്രിസ്റ്റൽ പാലസ് ജയിക്കണ മാച്ച്. നിങ്ങൾക്ക് സ്റ്റാറ്റ്സ് ഇപ്പം കാണാം. 4.44 ആണ് XG. 7 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തതിൽ 4 മിസ് ചെയ്തു. ആര്? ക്രിസ്റ്റൽ പാലസിന് ജയിക്കാവുന്ന കളിയായിരുന്നു ഇത്. പക്ഷെ അത് ഇന്നലത്തെ മാച്ച് ഓഫ് ദ ഡേ ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത മാച്ചായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ സെവിയ ഇന്നലെ മയോർക്കയോട് നമ്മളെ പന്നിക്കിട്ടിട്ട് ഇന്നലെ മയോർക്കയോട് പോയി 3-1 തോറ്റിട്ടുണ്ട്. സോ ഏതാണ്ട് കോമഡി. യാനൂർജിലൊക്കെ തകർക്കുവാണ് അവിടെ അല്ലേ. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.